ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാൽപീജിയ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റാണ്. മാൽപീജിയ എന്നറിയപ്പെടുന്ന വേറൊരു ചെടിയുണ്ട്. അത് കൂടുതലും പേരൊന്നാണെങ്കിലും അത് കൂടുതലും ഉപയോഗിക്കുന്നത് പല മൃഗരൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചെടി നമ്മുടെ ഇഷ്ടത്തിന് പല രൂപത്തിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിനങ്ങനെ ഫ്ലവർ ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ, പക്ഷേ പേര് സെയിം ആണെങ്കിലും ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചെടിയാണിത്. ഇതിൻ്റെ വർഷം മുഴുവനും പൂ തരുന്ന നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ പൂക്കൾക്ക് ലൈറ്റ് പിങ്ക് കളറാണ്. ഇത് നമ്മുടെ ലെഗസ്റ്റോമിയ എന്ന് പറയുന്ന വേറൊരു ചെടിയുണ്ട്. അത് പല കളറിൽ അതിപ്പോൾ അവൈലബിളാണ്. വയലറ്റ്, അതുപോലെ പിങ്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന അതേ ഫാമിലിയിൽപ്പെടുന്ന ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ നോക്കുമ്പോഴും ഇലകളുടെ ഷേപ്പൊക്കെ ഏകദേശം അതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ പേര് മാൽപീജിയ എന്ന് തന്നെയാണ്. ലെഗസ്റ്റോമിയായിട്ടൊക്കെ നല്ല സാദൃശ്യമുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കളുണ്ടാകുമ്പോഴത്തെ ചെടി കാണാത്ത വിധത്തിൽ നിറഞ്ഞങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൂക്കൾക്ക് അത്ര അങ്ങ് വലിപ്പവും ഇല്ല, അധികം കളർഫുൾ അല്ലെങ്കിലും ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും ചെടിക്ക് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പച്ചക്കായ ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല റെഡ് കളറിലാണ് ഉണ്ടാകുന്നത്. അത് താഴെ വീണൊക്കെ പുതിയ തൈകളൊക്കെ ഉണ്ടാകും. അല്ലാതെ തന്നെ ഇതിങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ചെയ്യാതെ തന്നെ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ചെടി തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരും. അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി വന്ന് കിടക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ താഴേക്ക് തൂങ്ങി വരുന്ന ബ്രാഞ്ചസൊക്കെ നിലത്ത് മുട്ടി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും വേര് വന്നിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് താഴെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, നല്ല ബലം പ്രയോഗിച്ച് മാത്രമേ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത്ര നല്ലൊരു വേരുകൾക്കൊക്കെ നല്ല ബലമുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അധികം പരിചരണങ്ങളൊന്നും വേണ്ട, കീടരോഗബാധയൊന്നും അങ്ങനെ അധികമായിട്ട് ഉണ്ടാകത്തില്ല. പിന്നെ ഈ പൂക്കളുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം വാഗപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പുമായിട്ടൊക്കെ തോന്നാറുണ്ട്. മെയ് ഫ്ലവർ എന്നറിയപ്പെടുന്നത് അതിൻ്റെയൊക്കെ ഒരു ഷേപ്പായിട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇഷ്ടംപോലെ തൈകളും ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും. നമുക്കത് മാറ്റി നടേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ളൊരു ചെടി തന്നെയാണ്. പിന്നെ നമ്മൾ ഷേപ്പ് ആക്കാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ബോൾ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് തന്നെ വരും. ചെറിയൊരു ചെടി വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് വന്നിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് നല്ലൊരു ബോൾ ഷേപ്പിലാണ് നിൽക്കുന്നത്. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ച് കൊടുത്താലും മതി. ചെടിക്ക് അങ്ങനെ പെട്ടെന്ന് വാട്ടമൊന്നും വരാത്ത നല്ല അത്യാവശ്യം ഉള്ള ചെടിയാണ്.